ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പത്തനംതിട്ട തിരുവല്ല നെടുമ്പ്രത്ത് വീടുകളിൽ മോഷണം നടക്കുകയാണ്. അടച്ചിട്ട വീട്ടിലും ആൾതാമസമുള്ള വീട്ടിലും മോഷ്ടാവ് കയറിയിട്ടുണ്ട്. പുലർച്ചെ 2:30 പ്രദേശവാസി സഫിയ നൌഷാദിന്റെ വീട്ടിലാണ് മോഷ്ടാവ് കയറിയത്. കമ്പിപ്പാറയും വെട്ടുകത്തിയുമായി മോഷ്ടാവ് പോകുന്ന CCTV ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു. പുളിക്കീഴ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ ഇന്നലെ രാത്രിയാണോ മോഷ്ടാവ് വീടുകളിൽ എത്തിയത്? എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? സ്മൃതി, പത്തനംതിട്ട തിരുവല്ല നെടുമ്പ്രം ഭാഗത്ത് മോഷണ ശല്യം വ്യാപകമാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 10ഓളം വീടുകളിൽ മോഷണം നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയിലാണ് നടന്നത്. അവിടെ 2 വീടുകളിൽ മോഷണശ്രമം നടന്നു. ഒരു മോഷ്ടാവ് വീടിന്റെ പ്രധാനപ്പെട്ട വാതിൽ കുത്തി തുറന്ന് മുറിക്കകത്ത് കയറി. അതിനുശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥ കിടക്കുന്ന ആ കിടപ്പുമുറിയുടെ വാതിലിൽ അത് പൊളിക്കാൻ ഒരു ശ്രമം നടത്തി. ഗൃഹനാഥ ഉടൻ ഉണരുകയും അപ്പുറത്തുണ്ടായിരുന്ന തൻ്റെ മകളെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. മകളും ഭർത്താവും ആ വീടിൻ്റെ സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ മോഷണ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് ഈ മോഷ്ടാവ് വീടിന് പുറത്തേക്ക് പോവുകയായിരുന്നു. ആ വീട്ടിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യത്തിൽ കൃത്യമായും കാണാൻ കഴിയുന്നുണ്ട്. വെട്ടുകത്തിയും കമ്പിപ്പാരയും കയ്യിൽ ഏന്തി ഒരാൾ നടന്നു പോകുന്നത് ആ ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. മറ്റൊരു അടച്ചിട്ട വീട്ടിൽ കൂടി മോഷ്ടാവ് അകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ ആ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അവർ അവിടെ എത്തിയെങ്കിൽ മാത്രമേ വീടിനുള്ളിൽ നിന്നും എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്ന് കൃത്യത വരുത്താൻ കഴിയും. ഏതായാലും പുളിക്കീഴ് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് ഒരു വലിയ പരാതിയുണ്ട്. 3 മാസമായി അവിടെ